السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. അദ്കിയ ക്ലാസ് 35. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിക്കുന്നവൻ സൂക്ഷിക്കേണ്ട 9 വസിയത്തുകളുടെ കൂട്ടത്തിൽ മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തങ്ങൾ മറ്റൊരു വസിയത്ത് നമ്മെ ഉണർത്തുകയാണ്. വമിൻഹ, ആ 9 വസിയത്തുകളിൽ പെട്ടതാണ് തഅല്ലുമുൽ ഇൽമി ശർഈ, അള്ളാഹുവിൻ്റെ മാർഗം കൊതിക്കുന്ന, അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവൻ ശർഈയായ വിജ്ഞാനം പഠിക്കൽ നിർബന്ധമാണ് എന്നത്. وَتَعَلَّمًا عِلْمًا يُصَحِّحُ طَاعَةً وَعَقِيدَةً وَمُزَكِّيَ الْقَلْبِ الصُّلَاهَ. وَتَعَلَّمًا, തീർച്ചയായും നീ പഠിക്കണം. ഇൽമൻ, ഒരു വിജ്ഞാനത്തെ. എങ്ങനത്തെ വിജ്ഞാനമാണ്? യുസഹിഹു, അത് ശരിയാക്കിത്തരും, സാധുവാക്കിത്തരും. ത്വാഅത്തൻ, നീ ചെയ്യുന്ന, നീ പ്രവർത്തിക്കുന്ന നിന്റെ ആരാധനാ കർമ്മങ്ങളെ ശരിപ്പെടുത്തുന്ന വിജ്ഞാനം. വഅഖീദത്തൻ, നിന്റെ വിശ്വാസപരമായ കാര്യങ്ങളെ ശരിപ്പെടുത്തുന്ന മറ്റൊരു വിജ്ഞാനം, അതും നീ പഠിക്കണം. വമുസഖിയൽ ഖൽബി, നിന്റെ ഹൃദയത്തെ സംസ്കരിക്കുന്ന, നിന്റെ മനസ്സിനെ ശുദ്ധിയാക്കി തരുന്ന ഒരു വിജ്ഞാനം, ആ വിജ്ഞാനത്തെയും നീ പഠിക്കണം. ഉസ്കുലൻ, നീ തന്നെ ഹൃദയത്തെ സംസ്കരിക്കുന്നവനായ ഹാലിൽ. ഇവിടെ മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തങ്ങൾ ഈ ഒരൊറ്റ ബൈത്തിലൂടെ 3 വിജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെയാണ് നമ്മെ ഉണർത്തുന്നത്. അഥവാ നമ്മുടെ കർമ്മശാസ്ത്രപരമായ കർമ്മങ്ങളെ നന്നാക്കിത്തരാൻ ഉതകുന്ന കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ നീ പഠിക്കണം. അപ്രകാരം അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും മലായിക്കത്തിനെ കുറിച്ചും അന്ത്യനാളിനെ കുറിച്ചും നന്മയെയും തിന്മയെയും കുറിച്ചുള്ള വിശ്വാസപരമായ വിജ്ഞാനം, അതും നീ നേടിയെടുക്കണം. മറ്റൊന്ന്, അതിൻ്റെ ഒക്കെ പുറമെ ഖൽബിനെ ശുദ്ധീകരിക്കുന്ന വിജ്ഞാനം, മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് നമ്മുടെ ഖൽബിനെ വൃത്തിയാക്കുന്ന, സംസ്കരിക്കുന്ന, സ്ഫുടം ചെയ്യുന്ന വിജ്ഞാനം. ഈ 3 വിജ്ഞാനത്തെയും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നവൻ പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. എന്താണ് കാരണം? വിജ്ഞാനം ഇല്ലാത്തവന്റെ അമലുകളൊന്നും സ്വീകാര്യയോഗ്യമല്ല, അത് സ്വീകരിക്കപ്പെടൂല. വകുല്ലു മൻ ബിഗൈരി ഇൽമി യഅമലു അഅമാലുഹു മർദൂദത്തുൻ ലാ തുഖ്ബലു എന്ന് മഹാന്മാർ പാടിയിട്ടുണ്ട്. വകുല്ലു മൻ, ഏതൊരുത്തനും, ബിഗൈരി ഇൽമിൻ, അവൻ ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ച് അവനിക്ക് യാതൊരു പിടിപാടുമില്ല, അവനിക്ക് യാതൊരു അറിവുമില്ല, ആ രൂപത്തിൽ ഏതൊരു അമല് ചെയ്യുന്ന ആളും മർദൂദത്തുൻ, അവന്റെ അമലുകൾ മുഴുവനും, അഅമാലുഹു മർദൂദത്തുൻ, അവൻ ചെയ്യുന്ന ഏത് കർമ്മമാവട്ടെ ആ അമലുകൾ മുഴുവനും മർദൂദത്തുൻ, അവകളെ തള്ളപ്പെടും, ഒഴിവാക്കപ്പെടും, മടക്കപ്പെടും. ലാ തുഖ്ബലു, സ്വീകരിക്കപ്പെടൂല. ഇതുകൊണ്ടാണ് വിജ്ഞാനം പഠിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തങ്ങൾ ഈ ബൈത്തിലൂടെ നമ്മെ ഉണർത്തിയത് അയ്യുഹസ് സാലിക് അർറാഗിബു ഫീമാ യൂസിലുക ഇലാ ഇലല്ലാഹ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക്, അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്ക് പ്രവേശിക്കാൻ കൊതിക്കുന്ന ഓ മനുഷ്യ, നിന്റെ മേൽ നിർബന്ധമാണ് അൻ തതഅല്ലമ ഇൽമൻ യുസഹിഹു തഅതക വഇബാദതക,
നിന്റെ ത്വാഅത്തുകളെ, നിന്റെ ഇബാദത്തുകളെ ശരിപ്പെടുത്തുന്ന, സാധുവാക്കുന്ന എന്തെല്ലാം വിജ്ഞാനങ്ങളുണ്ടോ ആ വിജ്ഞാനങ്ങൾ, അഥവാ എന്തൊക്കെയാണ് ആരാധനാ കർമ്മങ്ങൾ, വുളൂ, സ്വലാത്ത്, സൗമ്, സകാത്ത്, ഹജ്ജ്, അപ്രകാരം ഇടപാടുകൾ, ഇങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ കർമ്മപരമായും അതേ പ്രകാരം തന്നെ സാമ്പത്തികപരമായും പിന്നെ ദാമ്പത്യപരമായും പിന്നെ ശിക്ഷാ നടപടികൾ, ഇങ്ങനെ 4 വിഷയത്തിലാണല്ലോ കർമ്മശാസ്ത്രമുള്ളത്. ആ വിജ്ഞാനങ്ങളെക്കുറിച്ച് ആ അറിവ് അവനുണ്ടാവണം, എങ്കിലേ അവന്റെ കർമ്മങ്ങൾ ശരിപ്പെടുകയുള്ളൂ. മറ്റൊന്നെന്താണ്? وَيَجِبُ عَلَيْكَ أَيْضًا أَن تَتَعَلَّمَ عِلْمًا يُصِحُّ اعْتِقَادَكَ. നിന്റെ ഇഅ്തിഖാദിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആ അടിത്തറയിൽ നിന്നുകൊണ്ട് നിന്റെ വിശ്വാസപരമായ കാര്യങ്ങളെ ശരിപ്പെടുത്തുന്ന വിജ്ഞാനം, അഥവാ പുത്തൻവാദികളായ ആളുകളിൽ നിന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ വിശ്വാസപരമായ എന്തെല്ലാം വിജ്ഞാനമുണ്ടോ, അറിയൽ നിർബന്ധമായ എന്തെല്ലാം വിജ്ഞാനമുണ്ടോ, അതൊക്കെയും നീ പഠിച്ചിരിക്കണം. കാരണം വിശ്വാസം കൂടാതെ ഒരിക്കലും അവന് മുഅ്മിൻ എന്ന് പറയാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ പിന്നെ അവന്റെ ഇഅ്തിഖാദിനെ, അവന്റെ വിശ്വാസത്തെ അടിയുറപ്പിക്കുന്ന ആ വിജ്ഞാനവും അവൻ പഠിച്ചിരിക്കണം. മറ്റൊന്ന്, യജിബു അലൈക അയ്ളൻ അൻ തതഅല്ലമ ഇൽമൻ യുസക്കിൽ ഖൽബ വയുതഹിറുഹു മിൻ അഖ്ലാഖി ദമീമ. കിബ്ർ പോലോത്ത, റിയാ പോലോത്ത, ഹസദ് പോലോത്ത, ഹിർസ് പോലോത്ത മനുഷ്യന്റെ കൽബിൽ അടഞ്ഞുകൂടിയ ആന്തരികമായ ഒരുപാട് രോഗങ്ങൾ, ആ രോഗങ്ങളെ ഒഴിവാക്കാൻ എങ്ങനെയാണ് പഠിക്കുക, എങ്ങനെയാണ് ഒഴിവാക്കുക, അത്തരം വിജ്ഞാനങ്ങൾ, ആ വിജ്ഞാനമാണ് തസവുഫിന്റെ വിജ്ഞാനം. അതും നീ അറിയണം. എന്നിട്ടോ മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഹാദിസ് സലാസത്തു ഫർളു ഐനിൻ ഫഅരിഫൻ വഅമിൽ ബിഹാ തഹ്സുൽ നജാതൻ വഅ്തിലാ. ഹാദിസ് സലാസത്തു, ഈ 3 വിജ്ഞാനവും, അഥവാ കർമ്മശാസ്ത്രവും വിശ്വാസശാസ്ത്രവും പിന്നെ തസവുഫും, ഈ 3 കാര്യങ്ങളും ഫർളു ഐനിൻ, ഇത് ഓരോ വ്യക്തിക്കും അറിഞ്ഞിരിക്കൽ നിർബന്ധമായ ഫർളു ഐനായ വിജ്ഞാനമാണ്. ഫർള് കിഫ പോലുമല്ല, ഫർള് ഐനായ വിജ്ഞാനമാണ്, അഥവാ വ്യക്തിപരമായി നിർബന്ധമുള്ള വിജ്ഞാനങ്ങളാണ്. ഇവകളെ നീ അറിയുകയും വഅമൽ ബിഹാ, അമില യഅമലു വഅമൽ ബിഹാ, ഇവകളെ കൊണ്ട് നീ അമൽ ചെയ്യുകയും വേണം. എന്നാൽ തഹ്സുൽ നജാത്തുൻ, നിനക്ക് രക്ഷ കൈവരും, നിനക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. വാഴ്ത്തില, ഉന്നതമായ പദവികളും ഈ വിജ്ഞാനം മുഖേന നിനക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളൊക്കെ കിതാബ് ഓതുന്ന കാലം മുതൽക്കേ വിജ്ഞാനത്തിന്റെ, അറിവിന്റെ മഹത്വങ്ങൾ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പ്രോത്സാഹനം കൊടുക്കുന്നവരുമാണ്. എത്രത്തോളം വിജ്ഞാനത്തെക്കുറിച്ചുള്ള വിജ്ഞാനത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള നിരവധി ആയത്തുകൾ പരിശുദ്ധമായ ഖുർആനിലുണ്ട്. നിരവധി ഹദീസുകളും പരിശുദ്ധമായ കിതാബുകളിൽ ഉണ്ട്. ഏതായാലും നിങ്ങളൊക്കെ ആലിമീങ്ങളും അല്ലാമകളുമായ കാരണം കൊണ്ട് പിന്നെ അത്തരം വിഷയത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എങ്കിലും മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയ വിജ്ഞാനത്തിന്റെ അതിമഹത്തായ ശ്രേഷ്ഠതകളെ 1-2 ഞാൻ എനിക്ക് വേണ്ടിയും എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയും ഞാൻ ഇവിടെ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനം കൊണ്ട്, വിജ്ഞാനം നൽകിക്കൊണ്ട്, വിജ്ഞാനം കൊണ്ട് മനുഷ്യരെ ഉന്നതയിൽ നിന്നും ഉന്നതയിലേക്ക് ഉയർത്തും. യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്.
ഷെയ്ഖുന എ പി ഉസ്താദ് ഓതിയപോലെ ദറജാത്ത്, ദറജത്തുൻ എന്നൽ ദറജാത്ത്, ഒരുപാട് പദവികൾ. അന്ന് തൃശ്ശൂരിൽ വെച്ചുകൊണ്ട് പറഞ്ഞല്ലോ ഹാദികളോട്, ദറജാത്ത് എന്ന് ഒരുപാട് നീട്ടിയിട്ടാ പറഞ്ഞത്. അവിടെ നിന്ന് പറഞ്ഞു ഒരു പദവി എന്നല്ല, ദറജാത്തുൻ ജംആണ്. ആ ജംഇൽ തന്നെ ഒരുപാട് പദവികൾ, ഒന്നും രണ്ടും പദവികളല്ല. ഇൽമുള്ളവനിക്ക് ഒരുപാട് മഹത്വങ്ങൾ, പല രൂപത്തിലുള്ള മഹത്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നതാണ്. അതേ പ്രകാരം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരേ ഒരു കാര്യം മാത്രമാണ് സിയാദത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഹബീബായ മുത്തുനബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൂടാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല, സൗകര്യം കൂടാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല, സൗന്ദര്യം കൂടാനും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഹബീബായ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ ഒരു കാര്യത്തിന്റെ അധികരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ദുആ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത്, അഥവാ വിജ്ഞാനമാകുന്ന വഖുർ റബ്ബി സിദ്നി ഇൽമാ. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? ഇന്നഹാ വാളിഹത്തുദ് ദലാല അലാ ഫളലിൽ ഇൽമി ലിഅന്ന അല്ലാഹ തആല ലം യഅ്മുർ നബിയഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിതലബിൽ ഇസ്തിയാദ് മിൻ ഷൈഇൻ ഇല്ലാ മിനൽ ഇൽം. ഫത്ഹുൽ ബാരിയിൽ ഫളലുൽ ഇൽമ് എന്ന ആ ബാബിൽ മഹാനവർകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇൽമിന്റെ സിയാദത്തിന് വേണ്ടി കൽപ്പിച്ചപ്പോൾ മറ്റൊന്നും ഈ സിയാദത്തിന് വേണ്ടി കൽപ്പിക്കാതിരിക്കുന്നപ്പോൾ ഇൽമിന്റെ മഹത്വം ഇതുകൊണ്ട് ബോധ്യമായല്ലോ. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് മനസ്സിനിക്ക് കുളിർ നൽകുന്ന, മനസ്സിനിക്ക് ആനന്ദം നൽകുന്ന ഒരുപാട് മഹത്വങ്ങൾ ഇനിയുമുണ്ട്. അല്ലാഹു നമുക്ക് കേൾക്കാനും എനിക്ക് പറയാനും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.